നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. കാരണം ഒരു മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് മിസ്സായി പോകുന്നത്. അദ്ദേഹം പറയുന്നൊരു പോയിന്റ് ഇതാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കള്ളം പറയുന്നത്, ആരും സത്യം പറയാറില്ല. അപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ടൈം സോണിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ എന്ന് വെച്ച് അമേരിക്ക മുന്നിലും ഇന്ത്യ പുറകിലുമാണ് എന്നുള്ള അർത്ഥമില്ല. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ കാരണം വാട്ട് എവർ ഹേർട്സ് ഇൻസ്ട്രക്ട്സ്. പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം, അവർക്ക് എന്താണ് വേണ്ടത്. നമ്മൾ ജെൻസിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സത്യത്തിൽ അവർ വളർന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ജനറേഷൻ തന്നെയാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ, എല്ലാ രീതിയിലുള്ള സോഷ്യൽ മീഡിയ നമുക്ക് വളരെ ആക്സസിബിലിറ്റി കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കുറച്ചധികം കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്, ഇൻഫർമേഷൻ ഫ്ലോ കൂടുതലാണ്. ഇപ്പം നമ്മൾ സാധാരണ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നമുക്ക് മെഡിക്കലായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീഡ്സ് വരികയാണെങ്കിൽ നേരെ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് പോവുക. ഇന്ന് കൂടുതൽ നമ്മൾ ആദ്യം ഗൂഗിൾ, AI, ChatGPT ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലൊക്കെയാണ് ജെൻസിയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അത് ഫോഫോ അല്ല, ഏറ്റവും ഇപ്പം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാര്യമാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫോമോ ആണ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നത് ആങ്സൈറ്റിയാണ്. കാരണം ഒരു മണിക്കൂർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് മിസ്സായി പോകുന്നത്, ഞാൻ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് ഈ പറഞ്ഞ ഞാൻ ഫിയർ ഓഫ് ഫോൾ എന്നാടിക്കോൾ, ഒരുപാട് ഞാൻ പുറകിലായി പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ ആളുകൾക്കുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് കമ്പാരിസൺ ആണ്. യേൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡിയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ കൂടുതൽ ഡിപ്രസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, അവര് ഫോറിൻ ട്രിപ്സ് പോകുന്നു, അവർക്ക് നല്ല ജോലി കിട്ടുന്നു, അവര് ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിക്കുന്നു, ഞാനിവിടെ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ പക്ഷെ അവർ തിരിച്ചറിയാതെ പോകുന്നത് എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഒരു പോസിറ്റീവ് ബ്രൈറ്റ് സൈഡ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബുക്കുണ്ട്, എവരിബഡി ലൈസ് എന്ന് പറഞ്ഞൊരു ബുക്ക്, സെത്ത് സ്റ്റെഫിൻസ് എഴുതിയൊരു ബുക്കാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു പോയിന്റ് ഇതാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കള്ളം പറയുന്നു എന്നുള്ളതാണ്, ആരും സത്യം പറയാറില്ല എന്നുള്ളതാണ്. അതിന് 2-3 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അദ്ദേഹം 2 ഡിഫറെന്റ് മാഗസീൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അറ്റ്ലാന്റിക്കും ഒന്ന് നാഷണൽ എൻക്വയററും എന്ന് പറയും. അപ്പോൾ ഒരു ബുക്ക് ഒരു ഇന്റലക്ച്വൽ ബുക്കാണ്, മറ്റേത് ഒരു ഗോസിപ്പ്, സെലിബ്രിറ്റി ഗോസിപ്പ് ബുക്കാണ്. അപ്പം ഇതിൻ്റെ എല്ലാം റിയൽ പബ്ലിഷിംഗ് കോപ്പീസിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇത് വായിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ സ്റ്റാറ്റ്സും അദ്ദേഹം എടുത്തു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ബുക്ക് മാഗസീൻ ആളുകൾ 45 times they claim that they read more than a gossip book, but real copies-ൽ it is the other way around. അപ്പൊ ആൾക്കാർ എപ്പോഴും അവർ ഇന്റലക്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അതുപോലെ അവര് ആളുകള് എന്താണ്, ഈ ലോസ് ഏഞ്ചൽസിൽ പോകുമ്പോൾ അവിടെ പലാസിയോ എന്ന് പറഞ്ഞ ഒരു 7 star ഹോട്ടലുണ്ട്, സർക്കസ് എന്ന് പറഞ്ഞ ഒരു സാധാരണ ഹോട്ടലുമുണ്ട്. അപ്പോൾ രണ്ടിടത്തെയും ചെക്ക് ഇൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. പക്ഷെ അവിടെ ചെല്ലുന്ന ആളുകളെല്ലാം ഐ ചെക്ക്ഡ് ഇൻ ടു പലാസിയോ എന്നാണ് പലപ്പോഴും കാണിക്കാറുള്ളത്. അതുപോലെ അപ്പൊ ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അതിനകത്ത് പ്രശ്നം വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അയ്യോ എൻ്റെ കൂടെയുള്ള എല്ലാവരും വളരെയധികം നല്ലപോലെ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിപ്രഷനാണ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ വഴി ഉണ്ടാകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും ഇതും ഒരു സജഷൻ മാത്രമാണ് ജെൻസിക്കുള്ളത്. എവരിബഡി ഈസ് ഇൻ ദെയർ ഓൺ ടൈം സോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോരുത്തരും അവരവരുടേതായ ഒരു സമയക്രമത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ചില ആളുകൾ അവരുടെ UG കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ജോലി കിട്ടും. ചില ആളുകൾക്ക് ഒരു 5 വർഷം കഴിഞ്ഞായിരിക്കും അവർക്ക് ജോലി കിട്ടുക. ചില ആളുകൾ കല്യാണം കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ അവർക്ക് കുട്ടിയുണ്ടാവും. ചില ആളുകൾക്ക് ഒരു 10 വർഷം കഴിഞ്ഞാലായിരിക്കും കുട്ടി ഉണ്ടാവുക. അതുപോലെ ചില ആളുകൾ ജോലി കിട്ടിയാൽ, ജോലിക്ക് കയറിയാൽ 10 വർഷത്തിനുള്ളിൽ തന്നെ CEO ആവും. ചില ആളുകൾ ചിലപ്പോൾ 70ാമത്തെ വയസ്സിലായിരിക്കും CEO ആവുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് 75ാമത്തെ വയസ്സിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയത്. എന്താണ് ഒബാമ 55ാമത്തെ വയസ്സിൽ പ്രസിഡന്റ്ഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായ സമയക്രമത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ടൈം സോൺ തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ടൈം സോണിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ എന്ന് വെച്ച് അമേരിക്ക മുന്നിലും ഇന്ത്യ പുറകിലുമാണ് എന്നുള്ള അർത്ഥമില്ല. എല്ലാവരും അവരവരുടേതായ ടൈം സോണിലാണ്. നമ്മൾ ഇപ്പൊ നമ്മുടെ എന്താണ് ലൈഫ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അയ്യോ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്നവരാണ്, അവരൊക്കെ ഇപ്പൊ എവിടെ എത്തി, ഞാൻ ഒരിടത്തും എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഓരോരുത്തരുടെ ഇപ്പം ഒരു 10 വർഷം കഴിഞ്ഞോ 20 വർഷം കഴിഞ്ഞോ നോക്കുമ്പോഴത്തേക്കും അത് റിവേഴ്സ് ആവും. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും മികച്ച എന്താണ് നല്ല പഠിത്തം ഉണ്ടായിരുന്ന കുട്ടികളായിരിക്കില്ല ചിലപ്പോൾ ഒരു 20 വർഷം കഴിയുമ്പോൾ എല്ലാ രീതിയിലും മുന്നോട്ട് വരുന്നത്. അപ്പൊ അതിങ്ങനെ മാറി മാറി വരും. അപ്പൊ നമ്മളതങ്ങനെ അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആണ് സത്യം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ജെൻസി ക്രൗഡ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇമോഷണൽ പ്രശ്നവും അത് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്പേസ് സോഷ്യൽ മീഡിയ ആണ്. പക്ഷെ ആ സോഷ്യൽ മീഡിയ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരു കമ്പാരിസൺ ഉണ്ടാകുന്നത്. അതിന് സൈക്കോളജി പറയുന്നത് മിമെറ്റിക് ഡിസയേഴ്സ് എന്നാണ്. നമ്മള് ഒരു പ്രോഗ്രാമിന് പോയി വിചാരിക്കുക. അവിടെ കുറെ കുട്ടികളുണ്ട്, അവിടെ കുറെ ബലൂണുകളുണ്ട്, പല കളറിലുള്ള ബലൂണുകളുണ്ട്. അതിനകത്ത് ഒരു ബലൂൺ മാത്രം റെഡാണ്. അപ്പോ ഒരു കുട്ടി ഓടിച്ചെന്ന റെഡ് ബലൂൺ എടുത്തു, എന്നിട്ട് പറഞ്ഞു കണ്ടോ എനിക്കൊരു റെഡ് ബലൂൺ കിട്ടി. പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റും. എല്ലാവരും അവിടെ വരും, എല്ലാവർക്കും ആ റെഡ് ബലൂൺ വേണം. ഇതാണ് മെമറ്റിക് ഡിസയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വേണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും നമുക്ക് വേണ്ടതാണോ അതോ മറ്റുള്ളവർക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുന്നതാണോ? നമുക്ക് ഇന്ന കാറ് വേണം, നമുക്ക് ഇന്ന വീട് വേണം, ഇന്ന വാച്ച് വേണം, ഇന്ന ഫോണ് വേണം, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇത് നമ്മുടെ ആവശ്യം ആണോ ആ ആഗ്രഹം തീരുമാനിക്കുന്നത്, അതോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതമാണോ അത് തീരുമാനിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഈ പറയുന്ന മെമറ്റിക് ഡിസയേഴ്സിൽ നിന്ന് പുറത്തു വന്ന് ശരിക്കും സന്തോഷമുള്ള ഒരാള്, ഏറ്റവും വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ആളാണ് ഏറ്റവും സന്തോഷമുള്ള ആള് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം നമ്മൾ പലപ്പോഴും അത് റാൻ പോൾ സാർത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ ഈ കോണ്ടെക്സ്റ്റിൽ വളരെ റെലവെന്റ് ആണ്. അത് പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ വളരെ റെലവെന്റ് ആണെന്ന് ഞാൻ പറയും. അവരന്റെ കണ്ണുകൾ കണ്ണാടിയാക്കി ജീവിക്കുന്ന ഒരു സമൂഹം എന്ന്. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നാട്ടുകാരെ കാണിക്കാനായിട്ട് മാത്രം കോടികൾ മുടക്കി നമ്മള് വീട് പണിയും. എന്നിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ 10,000-കണക്കിന് വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. അതുപോലെ ബന്ധുക്കളെ അസൂയപ്പെടുത്താൻ വേണ്ടി മാത്രം ലക്ഷങ്ങൾ മുടക്കി മക്കളെ ഡോക്ടറാക്കാനായിട്ട് ജോർജിയയിലേക്കും റഷ്യയിലേക്കും ഒക്കെ അയക്കും. തിരിച്ചു വന്ന് അവരിവിടെ അവരുടെ ഡിഗ്രി പോലും ക്ലെയിം ചെയ്യാൻ പറ്റാതെ ഒറ്റയ്ക്കിരിക്കും. അതുപോലെ കടം വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ ആഡംബര വിവാഹങ്ങൾ നടത്തും. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് വേണ്ടിയാണോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത ജെൻസിയുടെ ഏറ്റവും വലിയ ഒരു ക്രൈസിസും ഇത് തന്നെയാണ്. എനിക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ആവശ്യം എൻ്റെ മാത്രം ആവശ്യമാണോ അതോ ഈ സോഷ്യൽ പ്രഷറിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആവശ്യങ്ങളാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പൊ അതാണ് സോഷ്യൽ മീഡിയയും ജെൻസിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. അതെ. പിന്നെ ഈ പറഞ്ഞ അതിന്റെ
നേരത്തെ പറഞ്ഞ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉം. എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫോമോ. ഉം. ഈ അടുത്ത് അതിന്റെ ഒരു വേരിയന്റ് ഞാൻ വായിക്കുകയുണ്ടായി, ഫോഫോ, ഉം. ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് ഓക്കെ. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളെ എന്താണ് പറഞ്ഞില്ലായിരുന്നു, ഡോക്ടറെ യെസ്. കാണാൻ പോകുന്നതിന് മുമ്പ് ഗൂഗിളിൽ ചെക്ക് സെർച്ച് ചെയ്യാം. ചെയ്യും, എന്നിട്ട് ഡോക്ടറോട് അങ്ങോട്ട് പറയും ഇന്ന മെഡിസിനാ വേണ്ടതെന്ന്. അതെ. പലപ്പോഴും നമ്മള് ഈ പല കാര്യങ്ങളും ഇൻഫർമേഷൻ സെർച്ച് ചെയ്യാത്തത് നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കണ്ടുപിടിക്കും എന്നുള്ള പേടിയിലാണ്. എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഡോക്ടർമാരെ കാണാൻ പോവില്ല, ഉം. ഉം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ? പേടിയാ. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പ്രഷറോ ഷുഗറോ ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വന്നാലോ. ഉം. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു എംപ്ലോയി ആണെങ്കിൽ അയാള് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് മടിക്കും. ഉം. കാരണം അയാളുടെ എന്തെങ്കിലും ന്യൂനതകൾ അയാൾ കണ്ടുപിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൽ സംസാരിക്കാനായിട്ട് അവർ റെഡിയല്ല. കാരണം ആ റിലേഷൻഷിപ്സിലെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനകത്ത് പുറത്തേക്ക് വരും. ഉം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഉള്ളൊരു ഒളിച്ചോട്ടമാണ് ഈ ഫിയർ ഓഫ് ഫൈൻഡിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടുപിടിക്കപ്പെട്ടാലോ എന്നുള്ള പേടിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ. അതും ഒരു പ്രശ്നമാണ്. നമ്മളിപ്പം ജെൻസിക്ക് മുൻപുള്ള കാലഘട്ടത്തിലെ ഒരുവിധം മോസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും എടുക്കുകയാണെങ്കിലും അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതിപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതെ, കുറച്ചധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കാറുണ്ട്, അതെ, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതെ, ഇനിയിപ്പം അതൊരു ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിൽ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും ചെയ്യുക. അതെ, അതെ, പക്ഷേ ജെൻസിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം തന്നെ സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അതെ, ചോയ്സസ് കൂടുതലാണ്, അതെ, അതെ, ഒരുപാട് ചോയ്സസ് ഉണ്ട്. അതെ, ഏതെടുക്കണം എന്നുള്ള കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പോലും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അതെ. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെന്റ് ആൻഡ് മാരേജ് സത്യം പറഞ്ഞാൽ ജെൻസി കിഡ്സ് എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നുണ്ടോ അത്? ജെൻസി കിഡ്സ് കമ്മിറ്റ്മെന്റ് അല്ല അവോയ്ഡ് ചെയ്യുന്നത്, അവർ അൺഹെൽത്തി കമ്മിറ്റ്മെന്റ് ആണ് അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ. നേരത്തെ പറഞ്ഞതുപോലെ അവര് ഒരുപാട് ബ്രോക്കൺ മാരേജസ് കണ്ടതാണ്, അവരൊരുപാട് സൈലന്റ് ടോർച്ചേഴ്സ് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു കമ്മിറ്റ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അത് അൺഹെൽത്തി ആണോ അല്ലെങ്കിൽ അത് റിസ്കി ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ റിലേഷൻഷിപ്സിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ അതൊരിക്കലും ഒരു തെറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ജെൻസി കിഡ്സിന്റെ പെർസ്പെക്റ്റീവില് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെപ്പോഴും ഒരു എന്താണ് ലോങ് ടേം ഒരു സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഫിനാൻഷ്യലി സെക്യൂർ ആവാതെ അവർ ഒരു റിലേഷൻഷിപ്സിൽ മുന്നോട്ട് വരാനായിട്ട് അവരൊരിക്കലും ആഗ്രഹിക്കില്ല. മുമ്പത്തെ ജനറേഷൻ ആണെങ്കിൽ അവർ ഒരു പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സെക്യൂർ ആണെങ്കിൽ അല്ലെങ്കിലും ജോലി കല്യാണം കഴിക്കണം എന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഒന്ന് സെറ്റിലായി, ഞാൻ എൻ്റെ ഒരു ടൈം എടുത്ത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കമ്മിറ്റഡ് ആയാൽ മതി എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഇപ്പോഴും കൂടുതൽ ജെൻസിക്കുള്ളത്. പിന്നെ അവർക്കുള്ള ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, ഈ പറയുന്നത് പോലെ നമ്മൾ ചാടിക്കേറി പേരൻസ് പറയുന്നത് പോലെ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഒരു ടോക്സിക് അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരു മെച്യൂർ ആയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള ഒരു സമയത്താണ് അവർ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഓരോ കാര്യങ്ങളിലും അവർക്ക് കമ്മിറ്റ്മെന്റിൽ തന്നെ അവർക്ക് ഒരുപാട് വളരെ കൃത്യമായ തീരുമാനങ്ങളുണ്ട്. ഇപ്പം കുട്ടികൾ വേണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കരിയർ ആണോ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ പാർട്ട്ണറുമായിട്ട് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് ജെൻസി. അപ്പൊ അതിനകത്ത് നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് എല്ലാം ഇപ്പൊ ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പെയിനാണ്, അല്ലെങ്കിൽ ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. ഇപ്പൊ കല്യാണം വെറുതെ എന്തിനാണ് നമ്മള് ഒരു മെനക്കേട് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത്, എന്നെ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ച ഒരു ബുക്കാണ് സ്കോട്ട് പെക്കിന്റെ റോഡ് ലെസ് ട്രാവൽഡ് എന്ന് പറഞ്ഞൊരു ബുക്ക്. അപ്പൊ അതിനകത്ത് ആ ബുക്കിലെ ആദ്യത്തെ വാചകം, ഞാൻ കല്യാണം കഴിക്കാൻ കാരണം അതാണ്, ലൈഫ് ഈസ് ഡിഫിക്കൾട്ട് എന്നാണ്.
അത് കേട്ടാ തമാശ തോന്നും. ഏതോ സിനിമയിനകത്ത് പറഞ്ഞ പോലെ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരല്ലോ എന്ന്. അപ്പോ അതല്ല അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും മാനസിക സംഘർഷങ്ങളുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ ഏറ്റവും വലിയ മൂല കാരണമെന്ന് പറയുന്നത് ജീവിതം വളരെയധികം സുഖകരവും വളരെ സ്മൂത്തുമായിട്ട് പോകണം എന്നുള്ള ചിന്തയാണ്. ഓക്കെ. പക്ഷേ ജീവിതം ബുദ്ധിമുട്ടേറിയതാണ്, ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം കുറേയും കൂടി എഫേർട്ട്ലെസ് ആവും. ഉം. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് മാത്രം എൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഉം. ജീവിതം ഇങ്ങനെയാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനെ നേരിടാൻ എനിക്ക് സാധിക്കണം എന്നുള്ള ചിന്തയാണ് ആണ് ആദ്യം വേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു മെയിൻ കോൺസെപ്റ്റ്. ഉം. പിന്നെ അതിനകത്ത് അദ്ദേഹം പെയിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഉം. ഫിസിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ ലൈഫ് സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫിസിക്കൽ പെയിൻ എന്ന് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് മുറിഞ്ഞു, നമുക്ക് പെയിൻ ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ല, ഉം. നമ്മൾ രക്തം വാർന്ന് മരിച്ചു പോകും. ഉം. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോഡിയുടെ മെക്കാനിസമാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഉം. ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ്. ഉം. അപ്പോൾ എവറിത്തിങ് സൈക്കോളജിയിലെ ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ് വാട്ട് എവർ ഹേർട്സ് ഇൻസ്ട്രക്ട്സ്. അപ്പോൾ പെയിനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഉം. അപ്പോൾ പെയിൻ ആൻഡ് ഗ്രോത്ത്, സൈക്കോളജിയിൽ പെയിൻ ആൻഡ് ഗ്രോത്ത് ദീസ് ആർ കോംപ്ലിമെന്ററി. ഉം. വളർച്ചയ്ക്ക് വേദന ആവശ്യമാണ്. ഉം. അപ്പോൾ നമ്മൾ വേദന ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവില്ല. ഉം. അത് ഫിസിക്കൽ ഗ്രോത്തിന്റെ കാര്യമാണെങ്കിലും ഇന്റലക്ച്വൽ ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും സൊസൈറ്റൽ ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പ് ഗ്രോത്തിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ശരിയാണ്. ഇപ്പോൾ ഫിസിക്കൽ ഗ്രോത്ത്, നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നത് ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്, നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. പക്ഷെ ഈ പെയിൻ നമ്മൾ അവോയ്ഡ് ചെയ്താൽ നമ്മൾ എൻഡപ്പ് ചെയ്യുന്നത് ബിഗർ പെയിനിലേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുപോലെ സ്ഥിരമായിട്ട് വായിക്കുകയും പഠിക്കുകയും കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ പരീക്ഷ പാസ്സാവില്ല, നമുക്ക് ജോലി കിട്ടില്ല, വിൽ എൻഡ് അപ്പ് ഇൻ മോർ പെയിൻ. അപ്പോൾ നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പെയിൻ അക്സെപ്റ്റ് ചെയ്യുകയും അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങളും നമ്മൾ ആ പെയിൻ ഓർത്ത് നമ്മൾ അതിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഓർക്കേണ്ടത്, അതിൽ നിന്ന് ഓടി ഒളിച്ചാൽ നമ്മൾ എത്താൻ പോകുന്ന അതിനേക്കാൾ വലിയ പെയിനിലേക്കാണ്. അപ്പൊ ജെൻസി ആലോചിക്കേണ്ട ഒരു കാര്യം, ഒയ്യോ കല്യാണം കഴിച്ചാൽ പിന്നെ അതൊരു പെയിനാണ്, നമ്മൾ വേറൊരാളും കൂടി ചുമക്കണം, ഈ ബാക്കിയുള്ള ഇൻലോസിന്റെ കാര്യങ്ങളെല്ലാം ആലോചിക്കണം, കുട്ടി ഉണ്ടായാൽ അതൊരു പെയിനാണ്, മെനക്കേടാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മെച്യൂരിറ്റി കണ്ടിന്യൂം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിപ്പെൻഡൻസ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഇന്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കാര്യങ്ങളിലും. ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഡിപ്പെൻഡന്റ് ആണ്, പിന്നെ വളർന്നു വരുമ്പോൾ ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആവും, പിന്നെ ഇന്റർഡിപ്പെൻഡന്റ് ആവും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ നോക്കാനായിട്ടുള്ള പ്രാപ്തി ഉണ്ടാവും. അത് നമ്മുടെ ഗ്രോത്തിന്റെ ഒരു പ്രോസസ്സാണ്. അപ്പൊ പലപ്പോഴും പല ആൾക്കാരും പല മേഖലകളിൽ സ്റ്റക്കാണ് ഇതിൽ. പല ആൾക്കാരും ഇപ്പോഴും ഇമോഷണലി 50 വയസ്സായിട്ടുണ്ടാവും, പക്ഷെ ഇമോഷണലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ചിലപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പക്ഷെ ഫിനാൻഷ്യലി ഇന്റർഡിപെൻഡന്റ് ആയിരിക്കില്ല. എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടാവില്ല. അപ്പോ നമ്മുടെ ലൈഫിലെ ആ പ്രോഗ്രസ്സില് ജെൻസി ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോ അവർക്കൊരു റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. പക്ഷെ നെക്സ്റ്റ് ലെവൽ ഓഫ് മെച്യൂരിറ്റിയിൽ നമ്മുടെ ഗ്രോത്തിൽ വേണ്ടതാണ് ഇന്റർഡിപെൻഡന്റ്. ദാറ്റ് ഇസ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അതേഴ്സ്. അത് നമുക്ക് കിട്ടിയതാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്നൊരു പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ ഗ്രോത്തിലെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഒഴിവാക്കിയാൽ ആ പെയിൻ, അതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്, പക്ഷെ
പെയിൻഫുൾ പ്രോസസ് ലീഡ്സ് ടു ഗ്രോത്ത്. അപ്പൊ ആ പെയിനെ ഒഴിവാക്കിയാൽ, ആ ഗ്രോത്ത് ഒഴിവാക്കിയാൽ യു എൻഡ് അപ്പ് ഇൻ മോർ പെയിൻ. അപ്പോൾ റിലേഷൻഷിപ്സിന്റെ കാര്യത്തിലും എന്താണ് ഒക്കെ നമ്മൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. ഒരിക്കലും പെയിൻ, റെസ്പോൺസിബിലിറ്റി, മെനക്കേട് ഒഴിവാക്കാനായിരിക്കരുത് നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുന്നത്. അത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയാണെങ്കിൽ, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ, നമ്മളെ ഒരു നല്ലൊരു മനുഷ്യനാക്കാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ പെയിൻ ഈസ് ഗുഡ്. ഇനിയിപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് മാറി ചിന്തിച്ച് എംപ്ലോയേഴ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ജെൻസിയെ കാണുകയാണെങ്കിൽ അവിടെയും ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു തലമുറ തന്നെയാണ് ജെൻസി എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് പലരും മുൻപുള്ള കാലഘട്ടത്തിൽ പലരും ഇപ്പം ജോലിയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അവരെത്ര പെയിൻഫുൾ ആണെങ്കിലും ആ ജോലിയിൽ തന്നെ നിൽക്കും, കാരണം റിട്ടയർമെന്റിന് വേണ്ടി കാത്തിരിക്കുക ചെയ്തത്. ഇപ്പോൾ ഒരു കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ജോലിയെ കാണുന്നത്, കുറച്ച് മെന്റൽ ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് കാണുന്നത്. അപ്പം എംപ്ലോയേഴ്സിന്റെ പെർസ്പെക്റ്റീവിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ശരിക്കും ജെൻസി എന്താണ് ജോലിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഈ ഒരു ചോദ്യം വളരെ റെലവെന്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം എംപ്ലോയേഴ്സിന്റെ ഒരു പെർസ്പെക്റ്റീവില് ജെൻസിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എങ്ങനെ എടുക്കാൻ പറ്റും, എന്താണ് ജെൻസിയെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം മുമ്പുള്ള ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്തത് അല്ല ഇപ്പോഴത്തെ ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പണമല്ല അവർക്ക് പ്രശ്നം, സ്റ്റാറ്റസ് അല്ല അവർക്ക് പ്രശ്നം, പിന്നെ അവർക്ക് എന്താണ് പ്രശ്നം, അവർക്ക് എന്താണ് വേണ്ടത്. അവർക്ക് വേണ്ടത് കൊടുക്കാൻ കമ്പനീസ് റെഡിയാണ്, പക്ഷെ എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റി ആണ് കമ്പനീസിന് ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ഡാനിയൽ പിങ്കിന്റെ വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 3 മോട്ടിവേഷന്റെ 3 കാലഘട്ടങ്ങളിലായിട്ടുള്ള എവല്യൂഷൻ പറയുന്നുണ്ട്. മോട്ടിവേഷൻ 1.0 എന്ന് പറയുന്നത് മനുഷ്യൻ ഈ ലോകത്തിൽ വന്ന് ഒരുപാട് നാളുകൾ, 10,000-കണക്കിന് വർഷം മനുഷ്യന്റെ മോട്ടിവേഷൻ സർവൈവൽ ആയിരുന്നു. അപ്പൊ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു മോട്ടിവേഷൻ. ഇപ്പൊ കാടുകളിലാണെങ്കിൽ മൃഗങ്ങളിൽ നിന്നുള്ള സർവൈവൽ, അതുപോലെ കൃഷി ചെയ്ത് വിശപ്പ് മാറ്റുക, അങ്ങനെ സർവൈവൽ ആയിരുന്നു അവന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടിവേഷൻ. അതിനുശേഷമാണ് 19ാമത്തെ സെഞ്ചുറിയിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ ഫാക്ടറികൾ വന്നു, അവിടെ എംപ്ലോയ്മെന്റ് വന്നു, ജോലി എന്നൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ അവിടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടും, പണിയെടുത്തില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടും. അപ്പോൾ ഈ മോട്ടിവേഷൻ 2.0യിൽ നമ്മൾ ഈ പറഞ്ഞ റിവാർഡ് ആൻഡ് പണിഷ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്നത് കോംപ്ലയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അവര് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ നിന്ന് മാറി നമ്മളൊരു ഇൻഫർമേഷൻ നോളജ് ഇറയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ലോകത്ത് നമുക്ക് വേണ്ടത് ഒരിക്കലും കോംപ്ലയൻസ് അല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ചെയ്യുന്ന ഒരാളെ അല്ല ഒരു കമ്പനിക്കും വേണ്ടത്. അവർക്ക് വേണ്ടി ആലോചിച്ച് പുതിയ ഐഡിയാസ് കൊണ്ടുവരികയും ഇന്നോവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന ഒരു തലമുറയാണ്, ചിന്തിക്കുന്ന ഒരു എംപ്ലോയിയാണ് ഓരോ എംപ്ലോയർക്കും വേണ്ടത്. പക്ഷേ എംപ്ലോയർ ഇപ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഇൻഡസ്ട്രിയൽ ഏജിലെ മോട്ടിവേഷൻ 2.0യിലെ ടെക്നിക്കുകൾ തന്നെയാണ്. റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നീ ജോലി ചെയ്തില്ലെങ്കിൽ നിന്നെ പിരിച്ചുവിടും, നിനക്ക് ജോലി ചെയ്താൽ നിനക്ക് ശമ്പളം തരും. അവിടെയാണ് ജെൻസിയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വരുന്നത്. ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചിടുന്നു പറയുമ്പോൾ അടുത്ത ദിവസം ജെൻസി പേപ്പർ ഇടും. അവർക്ക് ജോലി പോകുന്ന ഒരു പ്രശ്നമേ അല്ല. അവരുടെ അടുത്ത് ഈ പറഞ്ഞ മുന്നത്തെ തലമുറയ്ക്ക് വർക്ക് ചെയ്ത മോട്ടിവേഷണൽ ടൂൾസ്, ദാറ്റ് ഈസ് ഈ പറഞ്ഞ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് അവർക്ക് വർക്ക് ചെയ്യില്ല. അപ്പോ അവിടെയാണ് നമ്മൾ മോട്ടിവേഷൻ 3.0യെ കുറിച്ച് ഡാനിയൽ പിങ്ക് പറയുന്നത്. മോട്ടിവേഷൻ 3.0 എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അവിടെ കോംപ്ലയൻസ് അല്ല, അവിടെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു എംപ്ലോയി എൻഗേജ്ഡ് ആവണമെങ്കിൽ അയാൾക്ക് 3 കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പൊ 3 കാര്യങ്ങളാണ് മെയിൻലി ജെൻസി ഒരു ജോലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത് 3മാണ് ഒരു ജെൻസിയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു എംപ്ലോയർക്ക് ചെയ്തു കൊടുക്കാവുന്നത്. ആ 3 കാര്യങ്ങൾ
പർപ്പസ്, മാസ്റ്ററി ആൻഡ് ഓട്ടോണമി. പർപ്പസ്, മാസ്റ്ററി ആൻഡ് ഓട്ടോണമി. ഇതിനകത്ത് പർപ്പസ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം കുറച്ചു മുമ്പേ ഒന്ന് പറഞ്ഞു. എന്താണ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് പർപ്പസ്. ഉദാഹരണത്തിന് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് വിക്കിപീഡിയ ആൻഡ് മൈക്രോസോഫ്റ്റ് എൻകാർട്ട. ഇതിന്റെ രണ്ടിന്റെ ഒരു കമ്പാരിസൺ പറയുന്നുണ്ട്. ഇപ്പൊ വിക്കിപീഡിയ ഒരു ഫ്രീ ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് വിക്കിപീഡിയയുടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? വോളണ്ടിയേഴ്സ് ആണ്. അപ്പോ 100 കണക്കിന് മണിക്കൂറുകൾ വർക്ക് ചെയ്താലാണ് ഒരാൾക്ക് ഒരു വിക്കിപീഡിയ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ സാധിക്കുക. പക്ഷേ ആ അഡ്മിനിസ്ട്രേറ്റർ ആയ ആൾക്ക് അയാളുടെ പേരോ അയാളുടെ ഐഡന്റിറ്റിയോ ഒരിടത്തും റിവീൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ പേര് പോലും മെൻഷൻ ചെയ്യാത്ത ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു വ്യക്തി എന്തിനാണ് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട 100 കണക്കിന് മണിക്കൂറുകൾ ചെലവാക്കുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. വേറൊരു കോണ്ടെക്സ്റ്റിൽ 1990-കളിൽ മൈക്രോസോഫ്റ്റ് ഇതേ മിഷൻ മനസ്സിൽ വിചാരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയൊരു എൻസൈക്ലോപീഡിയ ഉണ്ടാക്കണം എന്നുള്ളൊരു മിഷനിൽ അവർ മൈക്രോസോഫ്റ്റ് എൻകാർട്ട എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിന് അവര് കോടിക്കണക്കിന് ഡോളർ ഫണ്ട് ചെയ്തു. ഏറ്റവും മികച്ച എംപ്ലോയീസിനെ കൊണ്ടുവന്നു വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ 10 വർഷത്തോളം അവർ എഫേർട്ട് എടുത്തു. പക്ഷെ 10 വർഷം കഴിഞ്ഞ് പ്രൊജക്ട് ക്ലോസ് ചെയ്യേണ്ടി വന്നു അവർക്ക്. അപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച എംപ്ലോയീസ്, ഏറ്റവും റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന് സാധിക്കാത്തത് വിക്കിപീഡിയക്ക് സാധിച്ചു വിത്ത് വോളണ്ടിയേഴ്സ്. അപ്പൊ ഇവിടെ ആ വ്യത്യാസം എന്ന് പറയുന്നത് ആ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ പർപ്പസ് ആയിരുന്നു. എൻകാർട്ടയിലെ ആളുകൾക്ക് ഇത് വെറും ഒരു ജോലി മാത്രമായിരുന്നു. പക്ഷെ വിക്കിപീഡിയയിലെ വോളണ്ടിയേഴ്സിന് they were a part of a great mission. ഈ ലോകത്തിന് അറിവ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കുക, അങ്ങനെയുള്ളൊരു വലിയ മിഷന്റെ പാർട്ടായിരുന്നു അവര്. അപ്പോ നമ്മൾ ചെയ്യുന്നതിന്റെ റിയൽ വേൾഡ് ഇമ്പാക്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ജെൻസിക്ക് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം. വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞാൻ ചെയ്യുന്നത് എന്തിന് ചെയ്യുന്നു? സ്റ്റാർട്ട് വിത്ത് വൈ. അപ്പോ എന്താണ് നിങ്ങളുടെ റോള്, എന്താണ് നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് എന്നുള്ളത് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ജെൻസിയെ മോട്ടിവേറ്റ് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തേതാണ് മാസ്റ്ററി. നമ്മളൊരു ജോലിയിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ആദ്യമേ പറയുന്നൊരു കാര്യമാണ്, ഞാനിവിടെ സ്റ്റക്കാണ്, ഞാനിവിടെ സ്റ്റാഗ്നന്റ് ആണ്, ഒന്നും സംഭവിക്കുന്നില്ല, ഐ ഫീൽ സ്റ്റക്ക്. ആ ഒരു വാക്കാണ് ഈ മാസ്റ്ററി എന്നുള്ളതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ളൊരു കാര്യം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ മോട്ടിവേഷൻ, ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്താണ്. ഞാൻ ഇന്നായിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെടണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് മാസ്റ്ററി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വേറൊരു ബുക്കുണ്ട്, തെരേസ എമബെൽ എന്ന് പറഞ്ഞ ഒരു ഓതറിന്റെ പ്രോഗ്രസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അപ്പൊ അവരതിനു വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചുകൾ നടത്തി, ഒരുപാട് എംപ്ലോയീസിന്റെ വർക്ക് ഡയറീസ് ചെക്ക് ചെയ്തു. അപ്പൊ അതിനകത്ത് അവര് ഈ എംപ്ലോയീസ് ഒരുപാട് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് അവര് മാപ്പ് ചെയ്തു. അപ്പോ ഒരു ആളുടെ വർക്ക് ഡേയില് ഈ പറയുന്ന എക്സൈറ്റഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള മൊമെന്റ്സ് എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വന്നത് when they felt there was a progress. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രോബ്ലത്തിൽ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അന്ന് അതിനകത്തൊരു പാത്ത് ബ്രേക്കിംഗ് ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ പറ്റി, അല്ലെങ്കിൽ ഒരു കോഡ് അത് എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരതിനകത്ത് കണ്ടുപിടിച്ചത്. അപ്പൊ അവര് പറയുന്നത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് മേക്കിംഗ് പ്രോഗ്രസ് ഇൻ വാട്ട് ദേ ഡു. അപ്പോ ജെൻസിയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഷോ ദം ദെയർ പ്രോഗ്രസ്. നിങ്ങളുടെ സ്കില്ല് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു, നിങ്ങളുടെ നോളജ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് ദേ ഫീൽ മോട്ടിവേറ്റഡ്.
കാരണം ഇവിടെ ഈ കമ്പനിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട്, ഈ വന്നതിന് ശേഷം നിങ്ങൾ ഇത്രയൊക്കെ ഇംപ്രൂവ് ആയി എന്ന് പറയാൻ പറ്റുമ്പോഴാണ് ജെൻസി മോട്ടിവേറ്റഡ് ആവുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് മാസ്റ്ററി. മൂന്നാമത്തേതാണ് ഓട്ടോണമി. ഓട്ടോണമി എന്ന് പറയുന്നതാണ് എൻ്റെ ജോലി എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ. അതാണ് അവർ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റ് ആയിരുന്നു ഗൂഗിൾ 20% ടൈം എന്ന് പറഞ്ഞ ഒരു വർക്ക് വീക്കിൽ ഒരു ദിവസം ഗൂഗിൾ എംപ്ലോയീസിന് അവർക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാം. അവരുടെ മെയിൻ പ്രൊജക്റ്റിൽ നിന്ന് അവർക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഗൂഗിൾ കൊടുത്തു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ആ മെയിൻ പ്രൊജക്റ്റിൽ എൻ്റെ റോളിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് ഇഷ്ടമുള്ള പ്രൊജക്റ്റിൽ എനിക്ക് ഇഷ്ടമുള്ള പേഴ്സണൽ ആയിട്ടുള്ള ആ കാര്യത്തിൽ എനിക്ക് വർക്ക് ചെയ്യാം. ആൻഡ് ഗൂഗിളെ ഏറ്റവും മികച്ച പ്രൊഡക്ട്സ് അത് വന്നിരിക്കുന്നത് പലരുടെയും ഗൂഗിൾ 20% ടൈമിൽ നിന്നാണ്. ഇപ്പോൾ ജിമെയിൽ, ജി ന്യൂസ്, അതുപോലെ ഓർക്കോട്ട്, ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഗൂഗിൾ 20% ടൈമിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒരാൾക്ക് അത് 3M എന്ന് പറഞ്ഞ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ CEO പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഹയർ ഗുഡ് പീപ്പിൾ ആൻഡ് ലീവ് ദം അലോൺ. കാരണം നല്ല ആൾക്കാരെ അവരെ പണിയെടുപ്പിക്കാനായിട്ട് ശല്യപ്പെടുത്താതെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റവും നല്ല റിസൾട്ട് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതാണ് ജെൻസിക്ക് വേണ്ട ഒരു കാര്യം. എന്നെ ഒരുപാട് മൈക്രോ മാനേജ് ചെയ്യാനായിട്ട് വരരുത്, എന്നെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നോട് ചോദിക്കരുത്, ഞാൻ ചെയ്യും. ആ ചെയ്യുന്നത് എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഇമ്പാക്റ്റോടുകൂടി ചെയ്തോ എന്ന് മാത്രമേ നിങ്ങൾ ചോദിക്കാവുള്ളൂ. ഇത്ര സമയം വർക്ക് ചെയ്യണം, ഇന്ന ദിവസം വരണം, ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊന്നും എൻ്റെ അടുത്ത് പറയുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആ ഒരു വർക്ക് ഓട്ടോണമി കൊടുക്കുക എന്നുള്ളതാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ കാര്യം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർഗനൈസേഷൻസ് ചിന്തിക്കേണ്ടത്. ഗീവ് ദം എ പർപ്പസ്, ഷോ ദം ദ ഇമ്പാക്ട് ദാറ്റ് ദേ ക്രിയേറ്റ് ആൻഡ് ഷോ ദം their growth, how they are improving, how they are better every day, and give them their freedom and autonomy in the work they do. അപ്പൊ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ഒരുപാട് ബാക്ക് ഫയർ ചെയ്യുന്നത് ഈ പറയുന്ന മോട്ടിവേഷൻ 2.0യുടെയും 3.0യുടെയും കോൺഫ്ലിക്റ്റ് കാരണമാണ്. കോബ്ര ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തില് ഡൽഹിയില് ഈ കോബ്രകളുടെ വലിയ ഒരു ശല്യമുണ്ടായി. അപ്പോൾ അവിടുത്തെ ദിവാൻ എന്ത് ചെയ്തു, ഒരു പ്രഖ്യാപനം നടത്തി, ഒരു പാമ്പിനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പൊൻപണം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യൂഷ്വലി ആൾക്കാർ എന്ത് ചെയ്യും, പാമ്പിനെ കൊണ്ടുവന്ന് പൊൻപണം തരും. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് തരാൻ തുടങ്ങി. ദിവാനും ഹാപ്പിയായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിവാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എന്താ ശ്രദ്ധിച്ചത്? പാമ്പ് കൊന്നിട്ടില്ലേ? അല്ല, ആളുകൾ പാമ്പുകളെ വളർത്താൻ തുടങ്ങി. പാമ്പുകളെ ബ്രീഡ് ചെയ്ത് വളർത്താൻ തുടങ്ങി. എന്നിട്ട് അതിനെ കൊന്ന് പൊൻപണം വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ദിവാൻ എന്ത് ചെയ്തു, ഈ പരിപാടി നിർത്തി. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു, ഈ വളർത്തിക്കൊണ്ടിരുന്ന പാമ്പിനെ എല്ലാം അഴിച്ചു വിട്ടു. അപ്പോൾ പാമ്പിന്റെ പ്രശ്നം വളരെ വേഴ്സായി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ആ സിറ്റുവേഷൻ അതിനേക്കാൾ മോശമാകുന്നതിനെയാണ് കോബ്ര ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ബേസിക്കലി എന്താണ് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടുണ്ടാകുന്നൊരു കുഴപ്പമാണ്. ഇതിന് തന്നെ വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ഡേ കെയർ സെന്ററിൽ 4 മണിക്കാണ് കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് പേരൻസ് വരേണ്ടത്. അപ്പൊ പലപ്പോഴും പേരൻസ് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. 5 മണി, 6 മണി, 7 മണിയൊക്കെ ആവും. അപ്പൊ അതുവരെ ആ ടീച്ചേഴ്സ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അവിടുത്തെ മാനേജ്മെന്റിന് ഒരു ഡിസിഷൻ എടുക്കണം, ഈ പേരൻസിനെ എങ്ങനെ കൃത്യസമയത്ത് കുട്ടികളെ പിക്ക് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ്, ഇപ്പം നമ്മൾ അവിടുത്തെ മാനേജ്മെന്റിന്റെ ഒരാളാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും? ഈ ലേറ്റ് ആയിട്ട് വരുന്ന പേരൻസിന് എന്ത് ചെയ്യണം? നമ്മളൊരു ഫൈൻ കൊടുക്കാമെന്ന് തീരുമാനിക്കും. ഇപ്പൊ ലേറ്റ് ആയിട്ട് വരുന്ന എല്ലാ പേരൻസിനും
ഫൈൻ എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തു. ഓക്കെ. അപ്പൊ അവര് വിചാരിച്ചു ഇനി നേരത്തെ. പേരൻസ് കൃത്യസമയത്ത് വരും എന്ന്. പക്ഷെ ശരിക്കും സംഭവിച്ചത് പേരൻസ് ലേറ്റ് ആയിട്ട് വരാൻ തുടങ്ങി. കാരണം എന്താണ്? അവര് ഫൈൻ കൊടുക്കാൻ തയ്യാറായിരുന്നു. കാശ് കൊടുത്താലും കുഴപ്പമില്ല. ആ അതെ. അപ്പോ ഇപ്പൊ എന്താ സംഭവിച്ചത്? നമുക്ക് പലപ്പോഴും നമ്മളൊരു മോറൽ ആസ്പെക്റ്റിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലേക്ക് ഈ പറയുന്ന കോണ്ടെക്സ്റ്റ് മാറി. നേരത്തെ ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നതിലൂടെ മറ്റൊരാൾ ബുദ്ധിമുട്ടുകയായിരുന്നു. ഉം. എന്ന് പറഞ്ഞാൽ എന്റെ മകളെയോ മകനെയോ നോക്കിക്കൊണ്ടിരുന്ന ടീച്ചറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഉം. ഇപ്പോ ഞാൻ പൈസ തരികയാണ്, അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ട് ആകാം. Privileged ആണ്. അതെ അതെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറയുന്ന മോട്ടിവേഷൻ നമ്മള് വളരെ ആലോചിച്ച് ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ബാക്ക് ഫയർ ചെയ്യും എന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണത്. ഓക്കെ. അപ്പൊ ഇപ്പൊ പലപ്പോഴും ജെൻസിയുടെ കാര്യത്തിൽ അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കാൻ നോക്കുന്നതും അവർക്ക് പല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നതും ഒക്കെ ഈ കോബ്ര എഫക്റ്റ് പോലെ ബാക്ക് ഫയർ ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജെൻസിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് എംപ്ലോയേഴ്സും മാറേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പേരൻസിന്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്തിരുന്നത് സേഫ്റ്റിയാണ്, ഫിനാൻഷ്യൽ സേഫ്റ്റിയാണ്. അപ്പോൾ ഒരിടത്ത് കയറി കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഇത്. പക്ഷേ ജെൻസിയുടെ കാര്യത്തില് അവരുടെ സെക്യൂരിറ്റി അവർക്കൊരു പ്രശ്നമല്ല. കാരണം അവർക്ക് ആ ഫിനാൻഷ്യൽ ബാക്കിംഗ് പലർക്കും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. ദേ വാണ്ട് മീനിങ് ഇൻ വാട്ട് ദേ ഡു, ദേ വാണ്ട് ഗ്രോത്ത് ആൻഡ് ദേ നീഡ് ഓട്ടോണമി. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജെൻസീസിനെ റീറ്റെയിൻ ചെയ്യാനും ജെൻസിയുടെ ഫുൾ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ശരിക്കും എങ്ങനെയാണ് എംപ്ലോയേഴ്സ് മാറേണ്ടത് എന്നുകൂടെയാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. അപ്പൊ ശരിക്കും ഒരുപാട് ഗ്രൂപ്പ് ലീഡേഴ്സ് ഉണ്ടാവും, ഈ ഒരു ജെൻസിനെ നല്ല രീതിയിൽ നയിക്കാൻ രീതിയിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ശരിക്കും അവർക്ക് ഏത് രീതിയിലൊക്കെയാണ് ജെൻസിയുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ പൂർണ്ണ ശേഷി പുറത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ സൈക്കോളജിക്കലി സേഫ് ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഗൂഗിള് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് പ്രൊജക്ട് അരിസ്റ്റോട്ടിൽ. ഇപ്പോൾ ഗൂഗിള് എന്ന് പറയുന്നത് അവർ മെയിൻലി വർക്ക് ചെയ്യുന്നത് പ്രൊജക്റ്റുകളിലാണ്. ടീമുകളായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടീം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളത് അവർ സ്റ്റഡി ചെയ്തു. കാരണം ഒരു ടീമിൻ്റെ പെർഫോമൻസ് ആണ് ഇറ്റ്സ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദെയർ ഓർഗനൈസേഷണൽ സക്സസ്. അപ്പോൾ അവർ വിചാരിച്ചു അവർ ലോകത്തിലെ ഏറ്റവും മികച്ച ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോസസ്സിലൂടെ കടന്നു വന്ന് 1% ആൾക്കാരാണ്. ഇപ്പം 100 പേര് അപ്ലൈ ചെയ്താൽ അതിനകത്ത് ഒരാൾ മാത്രമേ മാത്രമേ അവരുടെ ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോവുകയുള്ളൂ. അപ്പൊ അത്രയ്ക്ക് ടഫായിട്ടുള്ള ഇന്റർവ്യൂ പ്രോസസ്സാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരെ ടീമിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിന്റെ ഔട്ട്കം ഏറ്റവും നന്നാവും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർ തെറ്റായിരുന്നു. അപ്പോൾ ഏറ്റവും മികച്ച ആളുകൾ ഒരു ടീം വന്നാൽ അത് മികച്ച ടീം ആവില്ല. ഒരേ രീതിയിലുള്ള ആളുകൾ ഒരു ടീമിൽ വന്നാൽ അത് മികച്ച ടീം ആവുന്നില്ല. ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും വന്നാലും ആവുന്നില്ല. അപ്പോൾ ആര് ആ ടീമിലുണ്ട് എന്നുള്ളതല്ലായിരുന്നു ആ ടീമിന്റെ സക്സസ് തീരുമാനിച്ച കാര്യം. അവർ തമ്മിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതാണ് ആ ടീമിനെ സക്സസ്ഫുൾ ആക്കിയ കാര്യം. അപ്പൊ അതിനകത്ത് അവർ പഠിച്ച് ഒരു ടീമിനെ ഏറ്റവും സക്സസ്ഫുൾ ആക്കുന്ന 5 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, ഏറ്റവും ടോപ്പിലുള്ളൊരു കാര്യമാണ് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്നുള്ളത്. അപ്പോൾ ഒരു ടീമിൻ്റെ ഔട്ട്കം ഏറ്റവും മികച്ചതായിട്ട് പുറത്തു വരണമെങ്കിൽ സൈക്കോളജിക്കലി സേഫ് ആയിട്ട് ആ ടീം മെമ്പേഴ്സിന് തോന്നണം. അപ്പോൾ ആ സൈക്കോളജിക്കൽ സേഫ്റ്റിക്ക് 4 ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ് അവർ പറയുന്നത്. ഒന്ന്, ഇൻക്ലൂഷൻ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷുഡ് ഫീൽ ബീങ് എ പാർട്ട് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്. ഞാൻ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് ആ വ്യക്തിക്ക് തോന്നണം. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്ന് നമ്മൾ ഒരിക്കലും തോന്നാറില്ല. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് ഉണ്ട്, അത് സോഷ്യൽ എക്സ്പെരിമെന്റ് ഉണ്ട്. അതിന്റെ പേര് തന്നെ ഞാൻ ആ വീഡിയോ കണ്ടത് വി പുട്ട് പീപ്പിൾ ഇൻ ടു ബോക്സസ് എന്ന് പറഞ്ഞാൽ ഒരു
കുറെ ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരും. അപ്പൊ അവരെ എല്ലാം ഓരോ ബോക്സസിലാണ് നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകൾ, ചെറുപ്പക്കാർ, ജോലിയുള്ളവർ, ജോലിയില്ലാത്തവർ, സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെ പല പല ബോക്സുകളിനകത്ത് ആൾക്കാരെ നിർത്തുകയാണ്. എന്നിട്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആങ്കർ വന്ന് അവരോട് ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പറയുകയാണ്. നിങ്ങളിൽ സ്റ്റെപ്പ് പാരൻസ് ഉള്ളവർ മുന്നോട്ട് വരിക. അപ്പൊ സ്റ്റെപ്പ് പാരൻസ് മുന്നോട്ട് വന്നു. നിങ്ങളിൽ സ്കൂളിൽ ഡാൻസ് ചെയ്തവർ മുന്നോട്ട് വരിക. അവർ മുന്നോട്ട് വന്നു. നിങ്ങളിൽ ഇപ്പോഴും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലുള്ളവർ മുന്നോട്ട് വരിക. അവർ മുന്നോട്ട് വന്നു. അപ്പൊ അങ്ങനെ ആ പ്രോസസ്സിലൂടെ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: നമ്മൾ ആളുകളെ പല പല ബോക്സസിലിടും, പക്ഷെ നമ്മൾ എപ്പോഴും ആൾക്കാരെ ഭിന്നിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ യുണൈറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഇഫ് യു ലുക്ക് ഫോർ തിങ്സ് ദാറ്റ് ബ്രിങ് പീപ്പിൾ ടുഗദർ, യു ക്യാൻ സീ തിങ്സ് ദാറ്റ് ബ്രിങ് പീപ്പിൾ ടുഗദർ. അപ്പോൾ പണ്ടത്തെ ലോകത്ത് ആൾക്കാർക്ക് നമ്മൾ ട്രൈബ്സിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ എക്സ്ക്ലൂഷൻ മീൻസ് ഡെത്ത്. ഒറ്റയ്ക്ക് ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ ലോകത്തിലാണെങ്കിലും നമ്മൾ ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും എല്ലാവരും ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഇമോഷണലി സോഷ്യലി ഈ ഓസ്ട്രസൈസേഷൻ, സെക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമൺ ആയിട്ടൊരു കാര്യമാണ്. ഒരു ടീമിൽ പലപ്പോഴും ഒരുപാട് ആളുകൾ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഒരിക്കലും അവർക്ക് ആ ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഷുഡ് ഫീൽ ഇൻക്ലൂഡഡ്, ഐ ഷുഡ് ഫീൽ എ പാർട്ട് ഓഫ് ദ ടീം. അതാണ് ഇൻക്ലൂഷൻ സേഫ്റ്റി. ഇൻക്ലൂഡഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് ലേണർ സേഫ്റ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പഠിക്കാനും എനിക്കവിടെ തെറ്റുകൾ ചെയ്യാനുമുള്ള പെർമിഷൻ ഉണ്ടാവണം. ഇപ്പോൾ പലയിടത്തും നമുക്ക് നമ്മുടെ ടീമുകളിൽ വർക്ക് ചെയ്യുമ്പോൾ പറയണ്ട, ഇനിയിപ്പം അത് തെറ്റാണെങ്കിലോ, ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണെങ്കിലോ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ പലപ്പോഴും മാറുന്നുണ്ട്. അപ്പൊ ഇന്റൻഷനലി ക്രിയേറ്റീവ് ആയിട്ടുള്ള കമ്പനികളിൽ ഇന്റൻഷനലി ആ ഒരു ഹഡിൽ അവർ ഒഴിവാക്കാറുണ്ട്. ഉദാഹരണത്തിന് പിക്സാർ എന്ന് പറഞ്ഞ കമ്പനിക്കകത്ത് ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. അവരുടെ ഒരു മൂവി ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂവിൽ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് പാസ് ദ മൈക്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് ആർക്കും അഭിപ്രായം പറയാം. ഇന്റേൺഷിപ്പിന് വരുന്നൊരു കുട്ടിക്ക് വരെ അഭിപ്രായം പറയാം. അങ്ങനെ ഫൈൻഡിങ് നീമോ എന്ന് പറഞ്ഞൊരു ഫേമസ് മൂവി ഉണ്ട്. അപ്പൊ ആ മൂവിയുടെ ഡ്രാഫ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ പിക്സാറിന്റെ മെയിൻ ഡിസൈനർ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഇന്റേൺ വന്ന് പറഞ്ഞു, അതിനകത്തെ ഡീപ്പ് വാട്ടർ സീക്വൻസിലെ ലൈറ്റിങ്ങിൽ ചെറിയൊരു കോൺട്രാസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഓർഗനൈസേഷൻസിനാണെങ്കിൽ ഒന്നാമത് അവിടെ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കില്ല. രണ്ടാമത് ഈ പറയുന്ന നമ്മുടെ ഒരു പ്രൊഡക്റ്റിലുള്ളൊരു പിഴവ് ആരും ചൂണ്ടിക്കാണിക്കുന്നത് സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ അവരത് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് അവർക്ക് സേവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് ആണ് ഒരു സേഫ് എൻവയോൺമെന്റ്. നമുക്കൊരു സേഫ് ആണെന്ന് തോന്നുന്ന എൻവയോൺമെന്റ് മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ലേണർ സേഫ്റ്റി. 3 കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും കാണും. ആ കാണുന്ന കാര്യങ്ങൾ നമ്മളിപ്പം ഒരുപാട് ഓർഗനൈസേഷൻസിൽ ഏറ്റവും വലിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള എംപ്ലോയീസ് ആണ്. ഉദാഹരണത്തിന് ഞാൻ വായിച്ചൊരു കഥയുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ, അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങിയ സമയത്ത് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ലേഡിയെ കൊണ്ടുവന്നു, ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി. ആ ലേഡിയെ ഒരു കാള കുത്തി വയറിൽ. അപ്പോൾ വയറ് കീറി, ആ യൂട്രസ് കീറി, ആ കുട്ടിയുടെ കൈ ഇങ്ങനെ പുറത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആസ് എ ഡോക്ടർ, യങ് ഡോക്ടർ, പുള്ളി ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഈ ഇതെല്ലാം തുന്നിക്കെട്ടി അകത്ത് വെക്കണം. അപ്പോൾ ഈ കുട്ടിയുടെ കൈ എങ്ങനെയെങ്കിലും യൂട്രസിനകത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഈ കുട്ടിയുടെ കൈ തീരെ കുഞ്ഞിതാണ്. അപ്പൊ അതെങ്ങനെ സാധിക്കും? അത് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്ക് എന്തെങ്കിലും പറ്റുമോ? അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ
അപ്പൊ ഇങ്ങനെ സ്റ്റക്കായിരുന്ന സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, ആരും മിണ്ടിയില്ല. അവിടെ സൈലന്റ് ആയിട്ട് സൈഡിൽ നിന്ന അവിടുത്തെ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഒരു ആളുണ്ട്, ഒരു അറ്റൻഡർ. പുള്ളി വന്ന് സൈലന്റ് ആയിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു ടെക്നിക്ക് പറയാം, അത് ചെയ്യാമോ? ഒരു സൂചി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ കയ്യിലൊന്ന് തൊട്ടാ മതി, അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് അകത്തേക്ക് പോവും. അപ്പൊ ഡോക്ടറിന് സംശയം തോന്നി. എന്നാലും ഡോക്ടർ അത് ചൂടാക്കിയിട്ട് ആ കുട്ടിയുടെ മനസ്സുകൊണ്ട് ഒരുപാട് ക്ഷമ ചോദിച്ച് അത് തൊട്ടപ്പോൾ അപ്പൊ തന്നെ ആ കുട്ടിയുടെ റിഫ്ലക്സ് വെച്ച് ആ കുട്ടി കൈ യൂട്രസിനകത്ത് കൊണ്ടുപോയി. പിന്നെ യൂട്രസ് എന്താണ് ഇത് തയ്ച്ച് വീണ്ടും അത് ചെയ്തൊരു കഥ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ MBBS പഠിച്ച് വലിയ ആളായെങ്കിലും എന്നെ അന്നത്തെ എന്റെ ഗുരുനാഥനായത് ആ ഒരാളാണ് എന്നുള്ളത്. അപ്പോ നമുക്ക് പല സിറ്റുവേഷൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ചിലപ്പോൾ അവിടുത്തെ സാധാരണ എംപ്ലോയി ആണ്. അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം, സൈക്കോളജിക്കലി സേഫ് ആയിട്ടൊരു എൻവയോൺമെന്റ് ആയിരിക്കണം. അതുപോലെ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ ആ തീപ്പെട്ടി കമ്പനിയിൽ ഒരു ദിവസം അവിടുത്തെ ഒരു എംപ്ലോയി വന്നിട്ട് അവിടുത്തെ സിഇഒയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സജഷൻ പറയാം, ആ സജഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനീസിന് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു, ഞങ്ങളിവിടെ കൺസൾട്ടൻസിനെ വെച്ചും ഞങ്ങളിവിടെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്, ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത എന്ത് കാര്യം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യം മില്യൺസ് ഓഫ് ഡോളേഴ്സ് സേവ് ചെയ്യാൻ പറ്റുന്നത്? പക്ഷെ അദ്ദേഹം പറഞ്ഞ സജഷൻ വളരെ റെലവെന്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അവര് ഈ പറഞ്ഞ തീപ്പെട്ടി ഉണ്ടാക്കുമ്പോൾ തീപ്പെട്ടിയുടെ രണ്ട് സൈഡിലും അവര് കെമിക്കൽസ് ഉപയോഗിച്ച് ആ പറഞ്ഞ രണ്ട് സൈഡിലൂടെയും തീപ്പെട്ടി കത്തിക്കാവുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, അതിനെ രണ്ട് സൈഡും ആക്കുന്നത് ഒരു സൈഡിൽ മാത്രം അത് ചെയ്താൽ പോരെ? അപ്പൊ ഒരു സൈഡിലാണെങ്കിൽ നമുക്ക് തീപ്പെട്ടി കത്തിക്കാമല്ലോ. അപ്പൊ അങ്ങനെ അവര് ആ ഒരു സൈഡിലേത് മാത്രമാക്കിയപ്പോൾ അവിടെ റോ മെറ്റീരിയൽ കൺസംഷൻ കാര്യമായിട്ട് കുറയുകയും അതുപോലെ ശരിക്കും അവർക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് സേവ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ കോൺട്രിബ്യൂട്ടർ സേഫ്റ്റി ആണത്. പിന്നെ നാലാമത്തേതാണ് ചലഞ്ചർ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാൻ പറ്റണം. അത് ഈ നാസയുടെ 1997 ഓർബിറ്റർ എന്ന് പറഞ്ഞ ഒരു ബഹിരാകാശ പേടകം അത് പോകുന്ന സമയത്ത് അതിന്റെ കൺസൾട്ടൻസി ചെയ്ത ഒരു UK കമ്പനിയാണ്. US അതിന്റെ പ്രോസസ്സൊക്കെ നടന്നത്. അപ്പൊ ഇതിന്റെ രണ്ടുപേരുടെയും കാൽക്കുലേഷൻസ് ഒന്ന് മെട്രിക്കിലും ഒന്ന് വേറെ ഏതൊരു ഡിനോമിനേഷനിലായിരുന്നു. അപ്പോൾ ഈ വ്യത്യാസം അതിന്റെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യുമെന്ന് ഏതോ ഒരു എംപ്ലോയിക്ക് തോന്നിയിരുന്നു. പക്ഷേ അവിടുത്തെ ഹയറാർക്കി ഭയങ്കര റിജിഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിനെ പറയാൻ ധൈര്യപ്പെട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ മിഷൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആൻഡ് they lost $327 million. അപ്പോൾ ഓർഗനൈസേഷണൽ സൈലൻസ് അതിന്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. അതുപോലെ ബോയിങ് ഈ അടുത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അപ്പൊ അതിന്റെ ഇപ്പൊ ഈ എംപ്ലോയീസിന്റെ പ്രൈവറ്റ് ചാറ്റ് നോക്കി കഴിയുമ്പോൾ ഇതെല്ലാവരും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കും അത് ഡിസ്ക്ലോസ് ചെയ്യാനോ ചലഞ്ച് ചെയ്യാനോ ഉള്ള ധൈര്യം ഉണ്ടായില്ല. പക്ഷെ അതിന്റെ അവസാനം ആ കമ്പനിയുടെ തന്നെ പ്രതിച്ഛായക്ക് വലിയ ദോഷമുണ്ടായി ബോയിങ്ങിന്റെ. അപ്പോൾ ചലഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡവും ആ എംപ്ലോയീസിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ, ഒരു ഓർഗനൈസേഷൻ ലീഡർ എന്ന നിലയിൽ ഒരു ജെൻസിയെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ പിടിച്ചു നിർത്തണമെങ്കിൽ they should feel safe, psychologically safe. And they should feel inclusion safety, learner safety, contributor safety and challenger safety. അപ്പോൾ അങ്ങനെ സേഫ് ആയിട്ടൊരു എൻവയോൺമെന്റിൽ തീർച്ചയായിട്ടും ജെൻസി അവിടെ നിൽക്കും. they will be loyal and they will contribute their best to the organization. അതെ. ഇപ്പൊ നമ്മൾ അടുത്തായിട്ട് ചോദിക്കാൻ വെച്ചതും അതേ രീതിയിൽ തന്നെയാണ്. ഇപ്പം ജെൻസി ഒരുപാട് ജോബ്സിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളോളം ഒന്നും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്പേസിൽ അവർ നിൽക്കുന്നില്ല. അപ്പൊ അത് ശരിക്കും ലോയൽറ്റി പ്രശ്നമാണോ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്തായിട്ട് ചോദിക്കാൻ വന്നിരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോയൽറ്റി മാറിയതല്ല, ഓർഗനൈസേഷണൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കോണ്ടെക്സ്റ്റ് മാറിയതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ
അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ലോകത്തിലൂടെ കടന്നു വന്ന ആളുകളാണ് അവര്. ഒരു ദിവസം സുപ്രഭാതത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ സൂമിലൂടെ ഫയർ ചെയ്യുന്നത് കണ്ട് വളർന്ന ഒരു ജനറേഷനാണ്. അപ്പൊ അവരുടെ ഒരു മെയിൻ ആപ്തവാക്യം എന്ന് പറയുന്നത് തന്നെ ലവ് യുവർ ജോബ് നോട്ട് യുവർ കമ്പനി എന്നുള്ളത്. അപ്പൊ അത് ലോയൽറ്റി കുറയുന്നതല്ല, അത് ട്രസ്റ്റ് ഡെഫിസിറ്റ് ആണ്. കാരണം അവര് ട്രസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ തന്നെ ഒരു കമ്പനിയിൽ 10 വർഷം ജോലി ചെയ്ത ആളാണെങ്കിലും പിറ്റേ ദിവസം ആ കമ്പനിക്ക് പറഞ്ഞുവിടാം. അപ്പോൾ നേരത്തെ അങ്ങനെയല്ല. നേരത്തെ നമുക്ക് അങ്ങനെ ഫയർ ചെയ്യുന്നതോ പിരിച്ചുവിടുന്നതോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ മാസ് ലേ ഓഫ്സ്, ഈ അടുത്താണെങ്കിൽ തന്നെ AI-യുടെ ഇമ്പാക്ട് കാരണം ഒരുപാട് ലേ ഓഫ്സ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ അതെ. അപ്പോൾ നാച്ചുറൽ ആയിട്ടും നമുക്ക് ആ ലോയൽറ്റി എന്നുള്ള ആസ്പെക്ട് നമ്മുടെ ചെയ്യുന്ന ജോലിയോട് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ ചെയ്യുന്ന കമ്പനിയോട് ആയിരിക്കാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മുടെ ഒരു സാധാരണ ജെൻസിയുടെ ഒരു കമ്പനിയുമായിട്ടുള്ള അസോസിയേഷൻ 1.8 years to 2.2 years ആണ്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു നാച്ചുറൽ സൈക്കോളജിക്കൽ ഔട്ട്കം എന്നുള്ള രീതിയിൽ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു ചെറിയ കാലയളവിലാണെങ്കിലും നമുക്ക് അവർക്ക് എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്നുള്ളതാണ് ഓരോ ഓർഗനൈസേഷൻ ലീഡറും ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ജെൻസിയെ കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. പാരൻസിൻ്റെ പെർസ്പെക്റ്റീവ്, സൊസൈറ്റൽ പെർസ്പെക്റ്റീവ്, എംപ്ലോയീസ് പെർസ്പെക്റ്റീവ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നത് ജെൻസി എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കിഡ്സ് ആണെന്നാണ്. അപ്പോൾ അവർ കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് തന്നെയാണ് ഇത്രയും നേരമുള്ള ഈ ഒരു ടോക്ക് പറഞ്ഞു വെക്കുന്നത്. അതെ, കാരണം ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പെട്ടെന്ന് വളർന്ന ഒരു തലമുറയില്ല, ഇത്രയും പെട്ടെന്ന് തളർന്ന ഒരു തലമുറയില്ല, ഇത്രയും കൂടുതൽ ഞങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ട ഒരു തലമുറയില്ല. അപ്പോൾ ആ തലമുറയെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള, അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും പേരൻസിനും സമൂഹത്തിനും എംപ്ലോയേഴ്സിനും എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളാണ് നമുക്കിവിടെ ഷെയർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ അവരെ സഹായിക്കുവാനും കൂടെ നിൽക്കുവാനും ആണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇനി മനസ്സിലാക്കപ്പെടാത്ത തലമുറ എന്നുള്ള ആ ഒരു ചീത്തപ്പേര് അവരിൽ നിന്ന് മാച്ചു കളയുവാനും മനസ്സിലാക്കപ്പെടുവാനും മനസ്സിലാക്കപ്പെടുന്നതിലൂടെ അവർക്ക് മാറ്റത്തിലേക്ക് അവരെ കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ജെൻസി എന്ന് പറയുന്നത് തിരിച്ചറിയപ്പെടാത്ത ആ തലമുറ, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. അതെ, താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു. യെസ്.